ജൂലൈ 30 നമ്മുടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിന്യായം വളരെ ശ്രദ്ധയാകർഷിക്കുന്നു എന്നാണ്. അത് നമ്മുടെ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നവരെ, ലിഫ്റ്റ് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകൾ നൽകുന്ന ഒന്നാണ്. നമ്മൾ ഈ ലിഫ്റ്റ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ 10 ദശലക്ഷക്കണക്കിന് ആളുകൾ ദിവസം എലിവേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ലിഫ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകൾ, അതായത് ഫ്ലാറ്റുകൾ, അതേപോലെ തന്നെ ഓഫീസസ്, ഹോസ്പിറ്റൽസ്, ഷോപ്പിംഗ് മോൾസ്, അതേപോലെ ഹോട്ടൽസ്, പിന്നെ അതുപോലെ പബ്ലിക് ബിൽഡിങ്സ്, ഇതിലെല്ലാം നമ്മൾ ഇതേപോലെ ഈ ലിഫ്റ്റുകൾ, എലിവേറ്റേഴ്സ് ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ദിവസവും. കാരണം അതില്ലാത്തതിനെ കുറിച്ച് ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു 25 നില കെട്ടിടത്തിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ലിഫ്റ്റില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പോകും? എലിവേറ്റർ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോകും? അപ്പം ബുദ്ധിമുട്ടാണ്. അതായത് ഞാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഹോട്ടൽ, അതായത് ദുബായിലുള്ള മാരിയറ്റ്, അതായത് ബിസിനസ് ബേയിലെ മാരിയറ്റിൽ ഞാൻ 80ാമത്തെ നിലയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ 2 മിനിറ്റ് കൊണ്ട് ലിഫ്റ്റ് അത് നമ്മൾ താഴെ നിന്ന് മേളിക്കൊണ്ടെത്തിക്കും. അത്രയും ഹൈ സ്പീഡ് ലിഫ്റ്റാണ്, എലിവേറ്ററാണ്. ഇതില്ലാതെ വരുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. 80ാമത്തെ നിലയിൽ എങ്ങനെ പോകാൻ പറ്റും? ഒരു ദിവസം മുഴുവൻ കയറിയാലേ 80ാമത്തെ നിലയിൽ ചെല്ലാൻ ഒക്കുള്ളൂ നമുക്ക്. ആ രീതിയാണ്. പക്ഷേ അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ ലിഫ്റ്റുകളിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും വരാറില്ല. മാത്രമല്ല അതൊക്കെ കാഷ്വലായിട്ട് നമ്മളങ്ങ് കളയുകയും ചെയ്യും. അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റാണ് ഈ ജൂലൈ 30 പുറപ്പെടുവിച്ചത്. ഈ കഴിഞ്ഞ ജൂലൈ 30. അത് ഈ ലിഫ്റ്റ് ഉപയോഗിക്കുന്നവരെ അവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ ഈ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നവരുടെയും അതായത് ലിഫ്റ്റിൻ്റെ കമ്പനി, മാനുഫാക്ചറർ, അതുപോലെ ലിഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് നോക്കുന്ന കോൺട്രാക്ടേഴ്സ്, അതേപോലെ തന്നെ ഈ ലിഫ്റ്റ് സ്ഥാപിച്ചേക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമകൾ, ഇവർക്കൊക്കെ ഉള്ള ബാധ്യതകൾ എന്താണെന്നൊക്കെ അതിനകത്ത് ശരിയായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻറ്റിന് ഇത്ര പ്രാധാന്യം എന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഇത് കാരണം നമുക്ക്, അതായത് ഈ കയറുന്ന ആളുകൾക്ക്, ഈ ലിഫ്റ്റിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു കൺട്രോളും ഇല്ല. കാരണം ആ ലിഫ്റ്റ് നേരെയാണോ ശരിയാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ ഒരു സംവിധാനവും ഇല്ല. അതിനുള്ള പരസ്യമുണ്ട്, അത് കയറരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കയറത്തില്ല. നേരെ മറിച്ച് അവിടെ തടസ്സങ്ങളൊന്നുമില്ല, അത് കയറരുതെന്നുള്ള ഒരു തടസ്സം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ ലിഫ്റ്റ് കയറും. പക്ഷേ ലിഫ്റ്റ് എവിടെങ്കിലും പോയി അങ്ങ് നിൽക്കും. എന്ത് ചെയ്യാനൊക്കും? ചിലപ്പോൾ 2 നിലകളുടെ ഇടയിലായിരിക്കും പോയി ഈ ലിഫ്റ്റ് കുടുങ്ങി നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള സംഭവമൊക്കെ ധാരാളം ഉണ്ടാവും. അത് മുൻകൂട്ടി അത് കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ ഒരു സുപ്രധാനമായ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് ലിഫ്റ്റ് ആക്സിഡൻ്റ് ഉണ്ടായാൽ, ഒരു ലിഫ്റ്റിനകത്ത് എന്തെങ്കിലും ഒരു ലിഫ്റ്റ് ആക്സിഡൻ്റ് ഉണ്ടായാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടവർ ആരൊക്കെയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. 1, ലിഫ്റ്റിൻ്റെ മാനുഫാക്ചറർ. 2, ലിഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് ഏജൻസി, അതായത് അതിൻ്റെ എൻജിനീയറിംഗ് ഏജൻസി, സർവീസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം, ബാധ്യതയുള്ള ആളുകൾ. 3, ഈ ഓണർ ഓർ മാനേജ്മെൻറ്റ് ഓഫ് ദ ബിൽഡിംഗ് വെയർ ദ ലിഫ്റ്റ് ഈസ് ഇൻസ്റ്റാൾഡ്, അതായത് ഈ ഉടമ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ്, ആ ബിൽഡിങ്ങിൻ്റെ ഈ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉടമയോ അതിൻ്റെ മാനേജ്മെൻറ്റോ. എന്നിട്ട് കോടതി അതിനെ പറഞ്ഞു എന്തെന്നറിയാം? ഈ ലിഫ്റ്റിനെ കണക്കാക്കേണ്ടത് ഒരു കോമൺ കാരിയർ ആയിട്ട് കണക്കാക്കണം. അത് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്ന ഒരു കാരിയർ. അതുകൊണ്ട് അതിന് വലിയ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേണം. അതിൻ്റെ സ്റ്റാൻഡേർഡ് അത്ര വലുതായിരിക്കണം സ്റ്റാൻഡേർഡ്. ഇത് പറഞ്ഞേക്കുന്നത് എന്താ അറിയോ? ഈ ആരുടെ കുഴപ്പം കൊണ്ടാണ് ഈ ലിഫ്റ്റ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മുമ്പൊക്കെ തെളിയിക്കേണ്ടത് ആരാ? ഇതിനകത്ത് അപകടം ഉണ്ടാകുന്നവരോ അല്ലെങ്കിൽ അതിലെ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങളോ, അതായത് ബന്ധുക്കളോ തെളിയിക്കണം. ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? അവരോട് പറയുക, ഓരോരുത്തരുടെ മണ്ടേ വെച്ച് അങ്ങ് തലയിൽ വരും. ഞങ്ങളുടെ അല്ല, ഞങ്ങൾ പ്രോപ്പറായിട്ട് മാനുഫാക്ചർ ചെയ്ത് നല്ല ഒരു കേടുമില്ലാത്ത ലിഫ്റ്റാണ്.
അതിനവിടെ നോക്കി വേണ്ട മെയിൻ്റനൻസ് നടത്തില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഓവർ ക്രൗഡഡായി ആൾ കൂടിപ്പോയി. ഇതൊക്കെ ഇതുപോലുള്ള തൊടിന്യായങ്ങളും എല്ലാം പറഞ്ഞ് ഒരുത്തൻ്റെ തോളിൽ നിന്ന് മറ്റവൻ്റെ തോളിലേക്ക് ഈ ലയബിലിറ്റി ഇടാനായിട്ട് ഒരു ശ്രമമായിരുന്നു മുമ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ആ പണി നടക്കത്തില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആ സുപ്രീം കോടതി വിധിയുണ്ടല്ലോ, ഇതിനകത്തുണ്ടാകുന്ന ഈ ഹേർഡിൽസ്, അതായത് ഈ മേജർ ഹേർഡിൽസ് എന്ന് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ്, അതങ്ങ് റിമൂവ് ചെയ്തു. അതൊന്നും നടക്കത്തില്ല. ഈ ജഡ്ജ്മെൻറ്റ് വന്ന ഏത് ആണെന്നറിയാം, ഈ ഒരു കേസിൽ, അതായത് ഒരു മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥനായിട്ടിരുന്ന വിപിൻ ഹാൻഡ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അത് അദ്ദേഹം 2003 ഉള്ള ഒരു ലിഫ്റ്റ് ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചുപോയി. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള R&AW, അതായത് നമ്മൾ എന്ന് പറയത്തില്ലേ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, R&AW, അവിടെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, ഡൽഹിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഒരു ലിഫ്റ്റിലുണ്ടായ ഒരു അപകടമാണ്. അദ്ദേഹം ഈ കുറച്ച് മറ്റാളുകളുമായിട്ട് ഒരു ലിഫ്റ്റ് കയറി. ആ ലിഫ്റ്റ് മാൽ ഫങ്ഷനാണ്, എന്ന് വെച്ചാൽ ശരിയായ ഫങ്ഷൻ ചെയ്തതല്ല. അങ്ങനെ ഈ ഇടയ്ക്ക് അത് ട്രാപ്ഡായിപ്പോയി. ആ ലിഫ്റ്റ് ഒരു രണ്ട് നിലകൾക്ക് ഇടയിൽ വെച്ച് അത് ട്രാപ്പായിപ്പോയി. അവിടെ അങ്ങ് അത് ട്രാപ്പ് ചെയ്യപ്പെട്ടു. ആ ലിഫ്റ്റ് നിന്നുപോയി. അതിനെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തി. അപ്പോൾ ഇതിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തണമല്ലോ. റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തിയപ്പോൾ എന്നറിയോ, പെട്ടെന്ന് ലിഫ്റ്റ് മൂവ് ചെയ്തിട്ട് ഈ ഇദ്ദേഹത്തിനെ, അതായത് ഈ വിപിൻ ഹാൻഡ, അദ്ദേഹത്തിനെ ക്രഷ് ചെയ്തു ആ ലിഫ്റ്റ്. ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. അങ്ങനെ ഈ ക്രഷ് ടു ഡെത്ത്, അദ്ദേഹം അങ്ങനെ ക്രഷ് ചെയ്യപ്പെട്ടു. അതിലാണ് സുപ്രീം കോടതി ഇതുപോലെ പറഞ്ഞേക്കുന്നത്. എന്നെ പരിശോധിച്ചപ്പോൾ എന്താണ്, ഇതിന് ഒരു ഹിസ്റ്ററി തന്നെ, ഒരു ചരിത്രം തന്നെ ഉണ്ട് ഈ എലിവേറ്ററിന്. അതായത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിഫക്ട്സ് ഇതിനുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്നും അറിയാതാണ് ഇവരൊക്കെ ഇതിനകത്ത് കയറിയത്. വിപിൻ ഹാൻഡ ഉൾപ്പെടെയുള്ള ആളുകൾ, പാസഞ്ചേഴ്സ് നമുക്ക് പറയാം, അവരിതിൽ കയറിയത്. അപ്പോൾ കോടതി എന്താണെന്നറിയാം, സുപ്രീം കോടതി അതിന് 3 കോടി രൂപയാണ് കോമ്പൻസേഷൻ അനുവദിച്ചത്. ഇദ്ദേഹത്തിൻ്റെ 3 കോടി രൂപ കോമ്പൻസേഷൻ അനുവദിച്ചു. അത് ഇൻട്രസ്റ്റ്, പലിശ, അതും അതിൻ്റെ പലിശയും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക്, വിക്ടിംസ് ഫാമിലി, അദ്ദേഹം മരണപ്പെട്ടല്ലോ ഇതിൽ, അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അനുവദിച്ച കോമ്പൻസേഷൻ എന്ന് പറഞ്ഞത് 3 കോടി രൂപയും അതിൻ്റെ പലിശയുമാണ്. എന്നിട്ട് സുപ്രീം കോടതി അത് അപ്പോർഷൻ ചെയ്തു, ആരൊക്കെ കൊടുക്കണമെന്ന്. സുപ്രീം കോടതി പറഞ്ഞു, ലിഫ്റ്റ് കമ്പനി 70%, അടുത്തത് അതിൻ്റെ മെയിൻ്റനൻസ് അല്ല സൂപ്പർവൈസിങ് എൻജിനീയറിംഗ് ഏജൻസി, അവർക്ക് 25%. അപ്പോൾ ലിഫ്റ്റ് കമ്പനിക്ക് 70%, അതിൻ്റെ മെയിൻ്റനൻസ് സൂപ്പർവൈസിങ് എൻജിനീയറിംഗ് ഏജൻസിക്ക് 25%. ഇനി ബിൽഡിംഗ് യൂസർ, അതായത് ആ മാനേജ്മെൻറ്റ്, ബിൽഡിംഗ് ഓണർ മാനേജ്മെൻറ്റ്, അവർക്ക് 5%. ഇതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഈ ഹൗസിംഗ് സൊസൈറ്റീസിനും ബിൽഡിംഗ് മാനേജേഴ്സിനുമൊക്കെ ഇതൊരു പാഠമാണ്. ഇതെപ്പോഴും ഒരു വേക്കപ്പ് കാൾ, ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്ന ഒരു കോളായിട്ട് കണക്കാക്കണം. പലപ്പോഴും നമ്മൾ ഈ ഓരോ ഫ്ലാറ്റിനൊക്കെ അങ്ങ് ഇതുണ്ടല്ലോ, അതായത് അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാവും, അവരാണ് ഈ ലിഫ്റ്റും ഒക്കെ ചിലപ്പോൾ പലപ്പോഴും മാനേജ് ചെയ്യേണ്ടത്. അവർക്കൊക്കെ ഇതിൻ്റെ ബാധ്യത ഇതുപോലെ വരും എന്നിനി ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ഇതിന് പൈസയും പിരിച്ചിട്ട് ഇത് പുട്ടടിക്കുന്നവന്മാരുണ്ട് ഈ ഫ്ലാറ്റുകളുടെ പേരിൽ. വലിയ തോന്നിവാസം നടക്കുന്നത് ഫ്ലാറ്റുകളുടെ പേരിൽ. അവിടെ പെയിൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് കാശ് കൊടുത്ത് കെട്ടിടം വാങ്ങിക്കും. എന്നിട്ട് അതിന് വാടകയും കൂടെ മാസം തോറും കൊടുക്കണം. കാരണം അവിടെ എന്തോ വാടക കൊടുക്കേണ്ടതിൻ്റെ കാരണം വലിയ 5000 രൂപ 10000 രൂപയൊക്കെ ഓരോരുത്തർക്ക് ഈ കൊടുക്കുന്ന പൈസ മാനേജ്മെൻറ്റിന്, അതായത് ഈ അവരുടെ ഈ മെയിൻ്റനൻസ് എഗ്രിമെൻറ്റ്, മെയിൻ്റനൻസ് ചിലവെന്ന് പറഞ്ഞ് മാസത്തോറ് കൊടുക്കുന്നത്. പെയിൻ്റ് അടിക്കണം, പിന്നെ ലിഫ്റ്റ് പ്രോപ്പറായിട്ട് നോക്കണം, അവിടുത്തെ ഇൻസ്റ്റലേഷൻസ്, കോമൺ ഏരിയയിലെ ഉള്ള കാര്യങ്ങൾ നോക്കണം, അവിടുത്തെ കളിസ്ഥലങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെന്നൊക്കെ പറഞ്ഞ് 5000 മുതൽ 10000 രൂപ വരെ വാങ്ങിക്കുന്ന ഫ്ലാറ്റുകളുണ്ട് മാസം. അതായത് നമ്മൾ ഒരു കാശ് കൊടുത്ത് ഒരു കെട്ടിടം വാങ്ങിയതിന് ശേഷം അതിന് വാടകയും കൂടെ കൊടുത്തു വേണം താമസിക്കാൻ. എന്ത് ഗതികേടാണെന്നറിയാമോ? അത്യാവശ്യക്കാരായതുകൊണ്ട് ആളുകൾ ഇതങ്ങ് സഹിക്കും. ഇവന്മാർ ഈ പൈസ പിരിച്ചിട്ട് ഇതിനൊരു കമ്മിറ്റിയുണ്ട് പലയിടത്തും. അത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കമ്മിറ്റി ഇത് പിടിച്ചിട്ട് ഇവന്മാർ വെള്ളം അടിക്കും, കുടിക്കും.
അവന്മാർ മീറ്റിംഗ്, അവന്മാർക്ക് തോന്നിയ ദിവസം പോലെ ഇതിൻ്റെ കണക്കൊന്നും പ്രോപ്പറല്ല. ഇത് ചോദിക്കാനും പറയാനൊന്നും ഒക്കത്തില്ല. ചോദിക്കാൻ പറഞ്ഞാൽ ഒറ്റയാളായി പോകും ഒരാൾ ചോദിച്ചാൽ. ആ രീതിയിൽ ഇങ്ങനെ വരും. അതുകൊണ്ട് ഇതിൻ്റെ മാൽ ഫങ്ഷൻ ഉണ്ടല്ലോ, ഇനി എന്തെങ്കിലും ഉണ്ടായി ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഈ പൈസ പിരിച്ച് പുട്ടടിക്കുന്നവന്മാർ സമാനം പറയണം. അതാ വന്നേക്കുന്നത്. ഇനി കോടിക്കണക്കിനൂടെ ബാധ്യത ഇങ്ങനെയുള്ളപ്പം വരും. അതുകൊണ്ട് ഈ പൈസ പിരിച്ച് തിന്നാൽ പോരാ, ഈ ലിഫ്റ്റൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അത് മാനേജ് ചെയ്യണം. അതാണ് ഇനി വേണ്ടത്. ഏതായാലും നമുക്കൊരു ഒരു ഒരു കണ്ണ് തുറക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറി. അതായത് ഈ ദശലക്ഷക്കണക്കിന് ഇതിനെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, ലിഫ്റ്റിനെ ഉപയോഗിക്കുന്നവർ, ആ ലിഫ്റ്റുകളെ ആശ്രയിക്കുന്നവർ, അവർക്ക് ഇതൊരു കണ്ണ് തുറക്കാനും, അവർക്ക് ഇത് മാത്രമല്ല, ഇത് വർക്ക് ചെയ്യിക്കുന്നവന്മാർക്ക് ഇത് കണ്ണ് തുറക്കാനും ഉള്ള ഒരിട സുപ്രീം കോടതി ഉണ്ടാക്കി ഈ സുപ്രധാന വിധിന്യായത്തിലൂടെ.